ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Litsphere മലയാളം. ഇന്ന് നമ്മൾ നമ്മുടെ ലെസൺ നമ്പർ 2 ആയിട്ടുള്ള സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്ന പോയത്തിലെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് മുന്നേ നമ്മൾ ലെസൺ 1 ആയിട്ടുള്ള ഫൂഫിയിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, പ്ലീസ് ഡു വാച്ച്. ആൻഡ് ഓൾസോ ഐ ഹാവ് എ റിക്വസ്റ്റ്, നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വൈ? ബിക്കോസ് നിങ്ങൾക്കിവിടെ കാണാം, നമ്മളെ വീഡിയോസ് കാണുന്ന 99% ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഓൺലി 1% ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനും ഡൗട്ട്സ് ചോദിക്കാനും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ദ വീഡിയോ. സോ നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോവുകയാണ്. ഓൾ ഓഫ് യു ക്യാൻ ടേക്ക് പേജ് നമ്പർ 20. പേജ് നമ്പർ 20ലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The poet finds joy even in ordinary imperfect things like soiled linen and scratched records. List 3 ordinary things from your life that you seldom consider significant but can add beauty to your life. So, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ പോയറ്റ് ഓർഡിനറിയും ഇംപെർഫെക്റ്റും ആയിട്ടുള്ള തിങ്സിൽ ഒരുപാടധികം ജോയ്, സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണല്ലേ. നമ്മൾ ഈ പോയം എക്സ്പ്ലെയിൻ ചെയ്തപ്പം ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ, ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ലൈഫിലെ ഓർഡിനറി, സാധാരണമായ എന്തെങ്കിലും 3 കാര്യങ്ങൾ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ്, സെൽഡം സിഗ്നിഫിക്കൻ്റ് അല്ലേ, അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ആണ് നമ്മളോട് പറഞ്ഞത്. സോ യു ക്യാൻ റൈറ്റ് എനിത്തിങ് ദാറ്റ് യു വാണ്ട്. പക്ഷെ ഞാൻ നമുക്കെല്ലാവർക്കും പൊതുവേ കോമൺ ആയിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരുപാട് സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദോസ്? ഫസ്റ്റ് വൺ, ദ സൗണ്ട് ഓഫ് ബേർഡ്സ് സിംഗിങ് ഇൻ ദ മോർണിംഗ്. അതിരാവിലെ കിളികളുണ്ടാക്കുന്ന ശബ്ദം, അത് നല്ല രസമാണ് അല്ലേ. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്കൊരു ജോയ് തരുന്ന സാധനമാണത്. സെക്കൻഡ് വൺ, എ കപ്പ് ഓഫ് ടീ ഷെയർഡ് വിത്ത് മൈ ഫാമിലി. നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കപ്പ് ഓഫ് ടീ കുടിക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫി കുടിക്കുക. ദാറ്റ്സ് എ ഗുഡ് തിങ്. അതേപോലെ ദ കൂൾ ബ്രീസ് ആഫ്റ്റർ എ ഹോട്ട് ഡേ. വളരെ ചൂടുള്ളൊരു ദിവസത്തിൽ അവസാനം നമുക്കൊരു കാറ്റടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഒരു കുളിർമ. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് എ സിഗ്നിഫിക്കൻറ്റ് തിങ്, നമുക്കതൊരു ജോയ് തരും. അതേപോലെ എന്താണ്, മേ ബി ചില ആൾക്കാർക്കൊക്കെ മൂണിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ സീയിങ് എ മൂൺ അറ്റ് ദ നൈറ്റ്, രാത്രി ചന്ദ്രനെ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഗോയിങ് സംവെയർ വിത്ത് അവർ ഫ്രണ്ട് ആൻഡ് ഹാവിങ് എ കപ്പ് ഓഫ് ടീ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് ഒരു കപ്പ് ഓഫ് ടീ കുടിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പോയറ്റ് സേസ് ദാറ്റ് സാഡ്നെസ് ഈസ് എ വൂണ്ട് ടു ടെൻഡ് ആൻഡ് ഹാപ്പിനെസ് ഈസ് സംതിങ് ദാറ്റ് ഫ്ലോട്ട്സ്. ഡു യു എഗ്രി? ഡിസ്കസ്. നമ്മുടെ പോയത്തിൻ്റെ ഒരു മെയിൻ തീം തന്നെ ഇതാണല്ലേ. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. സാഡ്നെസ് എന്ന് പറയുന്നത് ഒരു വൂണ്ട്, ഒരു മുറിവിനെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് പോലെയാണ്. പക്ഷേ ഹാപ്പിനെസ് ഈസ് സംതിങ് ദാറ്റ് ഫ്ലോട്ട്സ്, പറന്ന് നടക്കുന്ന, എല്ലാവരിലേക്കും വ്യാപിക്കുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ്. സോ ഡു യു എഗ്രി വിത്ത് ദിസ്? നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ വെൻ വി ആർ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യെസ് ഐ ഡു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആണ്. യെസ് ഐ എഗ്രി അല്ലേ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സാഡ്നെസ് ഷുഡ് ബി കെയർഡ് ഫോർ വിത്ത് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് because emotional pain takes time to heal. Happiness, however, comes naturally through small moments of love, kindness and gratitude. We should accept both sadness and happiness as parts of life. ഇവിടെ എന്താണ് പറയുന്നത്? സാഡ്നെസ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഹീൽ ചെയ്ത് പുറത്തു വരേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചെറിയ ആക്റ്റിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഈവൻ ദോ ഇറ്റ് ഈസ് എ വെരി സ്മോൾ ജസ്റ്റർ, ഒരാളുടെ സ്മോൾ ജസ്റ്ററിലൂടെ വരെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. സോ രണ്ട് സാധനവും, ഹാപ്പിനെസ് ആയാലും സാഡ്നെസ് ആയാലും, അതിനെ നമ്മൾ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായിട്ട് കാണണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. സം ടൈംസ് ദർ വിൽ ബി സാഡ്നെസ്, അതർ ടൈംസ് വിൽ ബി ഹാപ്പി. സോ ഇറ്റ് ജസ്റ്റ് പാർട്സ് ഓഫ് അവർ ലൈഫ്. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. യു ടേക്ക് നോ ക്രെഡിറ്റ് as the night sky takes no credit for the moon but continues to hold it and share it, and in that way be known. How does the idea conveyed by the above line exhort us to remain hopeful and patient during difficult phases in life?
ഇവിടെ എന്താണ്, നമ്മുടെ കവിതയിൽ നിന്ന് എടുത്ത 4 ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസാണ്. നമ്മുടെ പോയത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസാണിത്. നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇഫ് യു ഹാവ് ഇൻ ഹേർഡ് ദാറ്റ് യു ഷുഡ് വാച്ച് ദ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കാണണം, എന്നാലേ നിങ്ങൾക്കൊരു നല്ല ഐഡിയ കിട്ടുള്ളൂ. ആ ലൈൻസിൽ പറയുന്നത് പോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള സമയമായിരിക്കില്ല അല്ലേ. ചില സമയത്ത് ഡിഫിക്കൽട്ടായിരിക്കും. ആ സമയങ്ങൾ നമ്മൾ എങ്ങനെ പേഷ്യൻസും ഹോപ്പ്ഫുൾനെസ്സും പ്രതീക്ഷയും ക്ഷമയൊക്കെ വെച്ചിട്ട് അതിജീവിക്കും, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ദ ആൻസർ ഈസ് ദ പോയറ്റ് എൻകറേജ് us to do good without expecting praise or recognition. Like the night sky that quietly holds the moon, we should continue helping others and doing our best. Patience, kindness and hope will eventually bring happiness and satisfaction. സോ ഇവിടെ എന്താണ് പറയുന്നത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂണിന് അവിടെ ബ്രൈറ്റായിട്ട് നിൽക്കാൻ കാരണമായ നൈറ്റ് സ്കൈ ആണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും ആ നൈറ്റ് സ്കൈ എടുക്കുന്നില്ല. അതേപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, കൈൻഡ് ആയിട്ടിരിക്കണം, ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശംസ കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ടും ബെസ്റ്റായിട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഹിയർ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ പോയം. എന്താണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ? ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മൾ സ്കൂൾ തൊട്ട് എപ്പോഴും എഴുതുന്നതാണ്. ഏതൊരു പോയം പഠിച്ചാലും നമ്മളതിൻ്റെ ഒരു അപ്രീസിയേഷൻ പഠിച്ചു വെക്കണം. കാരണം എങ്ങനെ പോയാലും എക്സാംസിന് എന്ത് ചെയ്യും, ഒരു അപ്രീസിയേഷൻ കമ്പൾസറി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങളിത് നോട്ടിൽ ഒരു സ്റ്റാറൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എന്ത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാലും ഈ അപ്രീസിയേഷൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Critical appreciation is an analytical response to a literary piece that shows how the writer conveys meaning and evokes emotion. It combines clear analysis, textual evidences, and personal insight in an objective tone. സോ ഇവിടെ എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ലിറ്റററി പീസ് ഓഫ് വർക്കിനെയും എന്ത് ചെയ്യുന്നതാണ്, വിശകലനം ചെയ്യുന്നതാണ്. അതിനുള്ളിലുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണ്, ക്ലിയർ ആയിട്ടുള്ള അനാലിസിസ് എന്താണ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻസൈറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളൊരു അപ്രീസിയേഷൻ എഴുതാൻ. എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് പാരഗ്രാഫുകൾ വേണം. ചുരുങ്ങിയത് ഒരു 5 പാരഗ്രാഫായിട്ട് വേണം നമ്മളൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ 5 പാരഗ്രാഫുകളാക്കി തിരിച്ചിട്ട് വേണം എക്സാമിന് എഴുതാൻ. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എന്ത് വേണം, ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്. ഇൻട്രൊഡക്ഷനിൽ എന്ത് വേണം, നെയിം ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റ്. നമ്മൾ ഏത് പോയമാണോ എടുക്കുന്നത്, അതിൽ ഏത് കവിയാണോ അത് എഴുതിയത്, ആ പേര് നമ്മൾ തുടക്കത്തിൽ എഴുതണം. പിന്നെ ടൈപ്പ് ഓഫ് പോയം, അത് എന്ത് ടൈപ്പ് ഓഫ് പോയമാണ്, ഫിലോസഫിക്കലാണോ, റിഫ്ലക്റ്റീവ് ആണോ, ലിറിക്കലാണോ, ഡിഡാക്റ്റിക് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് എല്ലാ പോയംസും നമ്മൾ പഠിക്കുന്ന പോയംസേ നമുക്കുണ്ടാവുള്ളൂ. സോ എല്ലാ പോയം ഏത് ടൈപ്പ് ഓഫ് പോയമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആ പോയത്തിൻ്റെ സെൻട്രൽ തീം, നമുക്കൊരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ സെൻട്രൽ തീം മനസ്സിലാവണമെന്നില്ല. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും അതിൽ ഓരോ ലൈൻസ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ സെൻട്രൽ തീം മനസ്സിലാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തിയിട്ട് വേണം ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്തൊക്കെ വേണം, സമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മൾ എന്താ വിചാരിക്കുക, വരികൾ തന്നെ ഇങ്ങനെ നിരത്തി എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു സ്കൂൾ ലെവൽ വരെയൊക്കെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതാം. ഇപ്പം നമ്മളത് വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ മനസ്സിലായത് അത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതണം. അതിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള മാനറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സമ്മറി എഴുതാൻ. സോ തീം മനസ്സിലാക്കണം, അതിലെന്താണ് പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രോഗ്രഷൻ ഓഫ് ഐഡിയാസ്, എന്തൊക്കെ ഐഡിയാസാണ് അതിൽ പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. തേർഡ് വൺ ഈസ് സ്ട്രക്ചർ. മൂന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ സ്ട്രക്ചറിനെ പറ്റിയിട്ട് എഴുതണം. പോയറ്റിക് ഡിവൈസുകൾ, നമുക്കറിയാമല്ലേ ഒരുപാട് പോയറ്റിക് ഡിവൈസുകളുണ്ട്. എന്തൊക്കെയാണ്, സിമിലി, മെറ്റഫർ, ഹൈപ്പർബോൾ, അങ്ങനെ പോയത്തിലുണ്ടാകുന്ന ഒരുപാട് ഡിവൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പോയത്തിൻ്റെയും പോയറ്റിക് ഡിവൈസുകളൊക്കെ ആദ്യമേ മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ റൈം ആൻഡ് റിതം, റൈമിങ് സ്കീം ഉണ്ടാവും അല്ലേ, എ എ ബി ബി, അല്ലെങ്കിൽ ഏതെങ്കിലും റൈമിങ് വേർഡ്സ് ഉണ്ടാവും, ട്രീ, സി, അങ്ങനത്തെ വേർഡ്സുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് അറിയാം, റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കാം. പിന്നെ വിഷ്വൽ ആയിട്ടുള്ള ലേഔട്ട്, എങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ലേഔട്ട്, വിഷ്വൽ ലേഔട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻ ദ ഫോർത്ത് പാരഗ്രാഫ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ അതിൻ്റെ ടോൺ ആൻഡ് മൂഡ് പെസിമിസ്റ്റിക് ആണോ ഒപ്റ്റിമിസ്റ്റിക് ആണോ, നല്ല മൂഡാണോ നെഗറ്റീവ് മൂഡാണോ, പിന്നെ ഇതിലൊരു മെസ്സേജ് ഉണ്ടാവും. എല്ലാ പോയത്തിനും ഒരു മെസ്സേജ് ഉണ്ടാവും. ഇനിയിപ്പോൾ ആ പോയത്തിന് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഒന്നും തോന്നിയില്ലെങ്കിൽ അതിൻ്റെ സമ്മറിയിൽ നിന്ന് നമുക്ക് തന്നെ ഒരു മെസ്സേജിലേക്ക് കൺക്ലൂഡ് ചെയ്തെത്താൻ പറ്റും. ആ മെസ്സേജ് എന്താണ്? ഇപ്പം നമ്മുടെ ഹാപ്പിനെസ്, സോ മച്ച് ഹാപ്പിനെസ്സിൽ എന്താണ് ഹാപ്പിനെസ്സും സാഡ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ്, എങ്ങനെ രണ്ടിനെയും ഹാൻഡിൽ ചെയ്യാം അല്ലേ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു മെസ്സേജ് നമ്മൾ എഴുതണം. പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് അതർ പോയംസ്, അത് നമുക്കിപ്പം എല്ലാവർക്കും ഇതേ തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയംസ് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഏകദേശം ഈ ഒരു തീം വരുന്ന പോയംസ് കണ്ടുപിടിച്ച് അതൊന്ന് വായിച്ചിട്ട് വെറുതെ കോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? കൺക്ലൂഷനാണ്. ഇൻട്രൊഡക്ഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കൺക്ലൂഷനും. സോ നമ്മൾ പ്രോപ്പറായിട്ടൊരു കൺക്ലൂഷൻ വെച്ചിട്ട് വേണം നമ്മുടെ ക്രിട്ടിക്കൽ അനാലിസിസ് അപ്രീസിയേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഈ പരിപാടി ഇവിടെ തീർന്നു, ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് തോന്നണമെങ്കിൽ പ്രോപ്പർ ഇൻട്രൊഡക്ഷനും പ്രോപ്പർ കൺക്ലൂഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷനിൽ വേണ്ടതെന്ന് ഞാൻ ചുരുക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വേണം, സമ്മറി വേണം, പോയത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയണം, പോയം ഒന്ന് അനലൈസ് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. ഇത്രയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും ഈ 5 കാര്യങ്ങൾ, ഈ 5 പാരഗ്രാഫാക്കി തിരിച്ച് ഈ 5 നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ നോട്ട് ബുക്ക് ആൻഡ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ ബോക്സ്. ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ളൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാൻ പോവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാനിത് 5 പാരഗ്രാഫാക്കി ചുരുക്കിയിട്ടാണ് എഴുതിയത്. യു ക്യാൻ ഇലോബറേറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇനിയും വലുതാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീംസും ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എഴുതാം. ആസ് ഇഫ് നൗ ഞാനിത് ബേസിക് ആയിട്ടുള്ള എന്തായാലും നിങ്ങൾക്ക് എഴുതിയ മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള ഒരു ബേസിക് ലെവൽ ഓഫ് അപ്രീസിയേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഐ എം റീഡിങ് ഇറ്റ്. ദ പോയം So Much Happiness is written by Naomi Shihab. It's a reflective and philosophical poem. The poem highlights that true happiness can be found in ordinary experiences and encourages us to appreciate the beauty of everyday life. ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലേ പറയുന്നത്. ആദ്യം തന്നെ എന്താണ്, പോയത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സോ മച്ച് ഹാപ്പിനെസ്. ഇറ്റ്സ് റിട്ടൺ ബൈ നവോമി ഷിഹാബ്. പോയറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്ത് പോയമാണിത്? റിഫ്ലക്റ്റീവ് ആൻഡ് ഫിലോസോഫിക്കൽ പോയമാണ് അല്ലേ. നമ്മളത് പഠിച്ചു വെക്കണം. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലുള്ള പോയംസത്തിനെ കുറിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അധികവും വരുള്ളൂ. പുറത്തുനിന്നൊരു പോയമാണെങ്കിലും മിക്കപ്പോഴും റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പോയംസ് ആയിരിക്കും നമുക്ക് തരിക. സോ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ആൻഡ് എന്താണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓർഡിനറി എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ എവ്രി ഡേ ലൈഫിൻ്റെ ബ്യൂട്ടിയെ എൻകറേജ് ചെയ്യുന്നു. ഇത്രയും ഒരു മെയിൻ ഐഡിയാസൊക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിലേ പറഞ്ഞു. അവിടെ തന്നെ എന്തായി, ടീച്ചർ ഇംപ്രസ്സായി. കാരണം നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് ഈസ് സമ്മറി. ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് പ്രസൻറ്റ് ഓൾ അറൗണ്ട് us, ഈവൻ ഇൻ സിമ്പിൾ ആൻഡ് ഇംപെർഫെക്റ്റ് തിങ്സ്. ഷീ കോൺട്രാസ്റ്റ് ഹാപ്പിനെസ് വിത്ത് സാഡ്നെസ് ബൈ ഡിസ്ക്രൈബിംഗ് സാഡ്നെസ് as a wound that needs care, while happiness gently comes to our lives. The poem teaches us to notice small joys and remain hopeful. സമ്മറി വളരെ ചുരുക്കിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ് പോയറ്റ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടും സാഡ്നെസ്സിൽ നിന്ന് ഹാപ്പിനെസ് എങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നു, വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുമാണ് ഇവിടെ പറയുന്നത്. സാഡ്നെസ്സിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു? ഒരു വൂണ്ടായിട്ട് കമ്പയർ ചെയ്യുന്നു. ഹാപ്പിനെസ് ആണെങ്കിൽ സംതിങ് ദാറ്റ് ഫ്ലോട്ട്സ്, പറന്ന് നടക്കുന്ന ഒരു സാധനമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് എന്താണ് പറയുന്നത്? നമ്മുടെ ലൈഫിലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സന്തോഷങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഹോപ്പ്ഫുൾ ആയിരിക്കണം. അതിൽ പോലും നമ്മൾ സാറ്റിസ്ഫൈ ആകണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് വെരി സ്മോൾ. നിങ്ങൾക്കിത് എന്ത് ചെയ്യാം, ഇലോബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ വലുതാക്കാം. മൂവിങ് ഓൺ ടു പാരഗ്രാഫ് 3 വിച്ച് ഈസ് സ്ട്രക്ചർ. ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. പോയം ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് നോ ഫിക്സഡ് റൈം ഓർ റിതം. പ്രത്യേകിച്ചൊരു റൈമോ റിതമോ റൈമിക് വേർഡ്സോ റിതമിക് ആയിട്ടുള്ള വേർഡ്സോ ഒന്നും നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ദ പോയറ്റ് യൂസസ് ബ്യൂട്ടിഫുൾ ഇമേജറി, സിമിലീസ്, metaphors and personification to express her ideas. The free flowing structure makes the poem sound natural and thoughtful. ഫ്രീ വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേകിച്ച് റൈമിംഗ് വേർഡ്സ് ഒന്നും നമുക്കൊരു പോയത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് ഫ്രീ വേർഡ്സ് ആണെന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഏറ്റവും എൻഡിങ്ങിലുള്ള വേർഡ് അതിൻ്റെ തൊട്ട് താഴത്തെ വരിയിലെ വേർഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രീ,
ഫ്രീ, സീ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു റൈമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതെന്താണ്, ഫ്രീ വേഴ്സാണ്. ആൻഡ് ഇവിടെ പേഴ്സോണിഫിക്കേഷനും സിമിലീസും ഒക്കെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് പോയം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയത്തിലെ വരി എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ദിസ് ഈസ് വണ്ടർഫുൾ സിമിലി ഫ്രം ദിസ് പോയം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഇനി ബൈ ഹാർട്ട് ചെയ്യാൻ പഠിക്കണമെന്ന് പറയില്ല, കാരണം ഒത്തിരി പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലൊരുപാട് പോയറ്റിക് ഡിവൈസുകളുണ്ട് എന്ന് എഴുതിയാൽ മതി. Now moving on to the analysis. The tone of the poem is calm, hopeful and encouraging. The mood is peaceful and reflective. The poet conveys that happiness does not depend upon wealth or success, but on our ability to appreciate life's simple moments. The poem also teaches us kindness, gratitude and patience. ഓക്കെ, അപ്പം അനാലിസിസ് നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്, ഈ പോയത്തിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടേതായ ഭാഷയിൽ നമ്മൾ തിരിച്ചെഴുതി വെക്കണം. സമ്മറി പോലെ തന്നെയാണ്, പക്ഷേ സമ്മറി എന്ന് പറയുമ്പം അതിലെ വരികളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണെങ്കിൽ അനാലിസിസ് കുറച്ചും കൂടി ഡീപ്പറായിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇതിലുള്ള നമുക്ക് കിട്ടിയ ഗുണപാഠങ്ങൾ എഴുതാം. ഇതിൽ കൈൻഡ്നെസ് വേണം, പേഷ്യൻസ് വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് ഭംഗിയായിട്ട് എഴുതാം. മൂവിങ് ഓൺ ടു ദ ഫൈനൽ പാരഗ്രാഫ് വിച്ച് ഈസ് കൺക്ലൂഷൻ. നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ. സോ മച്ച് ഹാപ്പിനെസ് ഈസ് എൻ ഇൻസ്പയറിംഗ് പോയം that reminds us to find joy in everyday life. Its simple language and meaningful message encourage readers to stay positive and value even the smallest moments of life. നമ്മൾ പറഞ്ഞു കൺക്ലൂഷനിൽ നമുക്ക് മനസ്സിലായ മെസ്സേജോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ മെസ്സേജ് എന്താണ്, ജീവിതത്തിലുള്ള വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് പോലും നമുക്ക് വളരെയധികം ഹാപ്പിനെസ് തരുന്നു. നമ്മൾ പോസിറ്റീവായിട്ട് സ്റ്റേ ചെയ്യണം, ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ വാല്യൂ കൊടുക്കണം എന്നുള്ള മെസ്സേജോട് കൂടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇറ്റ്സ് വെരി ബേസിക് ആൻഡ് ഈസി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒരു അപ്രീസിയേഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്രീസിയേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പയറിങ് വിത്ത് അനദർ പോയം. വേറൊരു പോയം വെച്ച് കമ്പയർ ചെയ്യുന്നതും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അപ്രീസിയേഷൻ മിക്കപ്പോഴും നമ്മൾ പഠിക്കുന്ന പോയത്തിൽ നിന്നാണ് വരുന്നത് എങ്കിൽ കമ്പാരിസൺ ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു പോയം നമ്മളിതുവരെ വായിക്കാത്ത പോയത്തിൽ നിന്നായിരിക്കും ചോദിക്കുക. സോ അതെങ്ങനെ എഴുതാം, അതിന് ചില ട്രിക്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പഠിച്ചു വെച്ചാൽ നമുക്കത് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് കമ്പയറിങ് വിത്ത് അനദർ പോയം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ 5 പാരഗ്രാഫ് വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പാരിസൺ വിത്ത് അനദർ പോയത്തിനും നമുക്ക് 5 പാരഗ്രാഫ് വേണം. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നിങ്ങൾക്ക് ഇതൊരു ബോക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്റ്റാറൊക്കെ ചെയ്ത് വെക്കാം. സോ വെൻ യു ആർ ഗോയിങ് ഫോർ എക്സാം ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പോയം കമ്പാരിസൺ എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ 2 പോയംസ് ഉണ്ടാവില്ലേ, ഒരു പോയത്തിനെ വേറൊരു പോയറ്റ് കമ്പയർ ചെയ്യാണ്. സോ ആ 2 പോയത്തിൻ്റെ ടൈറ്റിലും അത് ആരാണ് എഴുതിയതെന്നും നമുക്ക് എഴുതാം. പിന്നീട് നമുക്ക് തീം. പൊതുവേ നമുക്കൊരു പോയം കമ്പയർ ചെയ്യാൻ തരുമ്പോൾ ആ 2 പോയത്തിനും ഏകദേശം ഒരേ തീമായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ഒരേ സ്റ്റൈലായിരിക്കും. സോ ആ തീം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 പോയത്തിൻ്റെയും തീംസ് എഴുതാം. ഇഫ് ഇറ്റ് ഈസ് കോൺട്രാസ്റ്റിംഗ്, ഇത് കോൺട്രാസ്റ്റിംഗ് ആണ്, ഒന്ന് ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണെങ്കിൽ ഒന്ന് സാഡ്നെസ്സിനെ പറ്റിയിട്ടാണ്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയ. ഈ 2 പോയത്തിൻ്റെയും മെയിൻ ഐഡിയാസ് എന്താണ്, അതിലൂടെ എന്താണ് നമ്മുടെ പോയം വായിക്കുന്നവരിലേക്ക്, റീഡേഴ്സിലേക്ക് എത്തിക്കാൻ തോന്നുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ദെൻ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സ്ട്രക്ചറിൽ നമുക്ക് പോയറ്റിക് ഡിവൈസുകൾ പറയാം. കാണുമ്പോൾ തന്നെ നമുക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. റൈമിംഗ് വേർഡ്സ് ഉണ്ടോ, ഫ്രീ വേർഡ്സ് ആണോ, അതൊക്കെ നമുക്കവിടെ എഴുതാം. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ കൺക്ലൂഡും ചെയ്യാം. അപ്പോൾ ആ കൺക്ലൂഷനിൽ നമുക്ക് 2 പോയത്തിൻ്റെയും മെസ്സേജുകൾ എന്തൊക്കെയാണ്, രണ്ടും കോൺട്രാസ്റ്റ് ആണോ, ഓപ്പോസിറ്റ് ആണോ, സിമിലർ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ ഉൾക്കൊള്ളിക്കാം. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ആക്ച്വൽ കമ്പാരിസൺ. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പോയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. ഇറ്റ്സ് റിട്ടൺ ബൈ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് പോയറ്റാണ്. അവരെഴുതിയ ഒരു പോയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് യു ക്യാൻ റീഡ് ദ പോയം. നിങ്ങൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ആദ്യം ആ പോയം നന്നായിട്ടൊന്ന് വായിക്കണം. സോ ഐ വിൽ റീഡ് ഇറ്റ്. If I can stop one heart from breaking,
I shall not live in vain. If I can ease one life the aching or cool one pain, or help one fainting robin unto his nest again, I shall not live in vain. വളരെ കുറച്ച് ലൈൻസേ ഉള്ളെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പോയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്കിതെങ്ങനെയാണ് കമ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ കമ്പയർ ചെയ്യുമ്പം 5 പാരഗ്രാഫ് വേണം അല്ലേ മിനിമം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫാണ് ഇൻട്രൊഡക്ഷൻ. The poems So Much Happiness by Naomi Shihab and If I Can Stop One Heart From Breaking by Emily Dickinson present profound reflection on life and human values. ഫസ്റ്റ് പാരഗ്രാഫിന് സെറ്റാണല്ലേ. 2 പോയം ആരാണ് എഴുതിയത്, 2 പോയത്തിൻ്റെയും ടൈറ്റിൽ എന്താണ്, ഇതിൻ്റെ കോമൺ തീം എന്താണ് എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ബോത്ത് ദ പോയംസ് ആർ റിഫ്ലക്റ്റിംഗ് അബൌട്ട് ലൈഫ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ദെൻ വി ക്യാൻ റൈറ്റ് through different themes, styles and poetic techniques. Both poets inspire readers to lead lives filled with compassion and purpose. However, they present this idea from different perspectives. അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം. ഈ 2 പോയത്തിനും ഡിഫറെൻറ്റ് സ്റ്റൈലും തീമും പോയറ്റിക് ടെക്നിക്സും ആണുള്ളത്. പക്ഷേ 2 പേരും ജീവിതത്തിൽ കമ്പാഷൻ്റെയും പർപ്പസിൻ്റെയും കാര്യങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് in a different perspective. Then we can write, while Naomi Shihab shows that happiness can be found in ordinary and imperfect moments of everyday life, Emily Dickinson believes that life becomes meaningful when we reduce the sufferings of others through small acts of kindness. Thus, one poem focuses on finding joy, whereas the other emphasizes giving joy. അതാണ് മേജർ പോയിൻ്റ് അല്ലേ. ആദ്യം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ആരെ എഴുതിയെന്ന് നമ്മളെ കമ്പാരിസണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് നവോമി ഷിഹാബ് ആണെങ്കിൽ ഒന്ന് എമിലി ഡിക്കിൻസൺ ആണ്. നവോമി ഷിഹാബ് എന്താണ് പറയുന്നത്, എവറിഡേ മൂമെൻറ്റിലെ സ്മോൾ ജോയ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നാൽ ഡിക്കിൻസൺ എന്താണ് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ജോയ്ഫുൾനെസ് കൊടുക്കണം, ഒന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ ഒന്ന് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നാണ്. ഫൈൻഡിങ് ആൻഡ് ഗിവിങ് ആർ ദ ഡിഫറൻസസ്. രണ്ടും എന്താണ്, ജോയ് തന്നെയാണ്, സന്തോഷത്തെ പറ്റി തന്നെയാണ് എന്ന് നമ്മൾ എംഫസൈസ് ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ പോയംസ് ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. So Much Happiness is written in free verse with vivid imagery, symbolism, repetition and reflective language. It allows the poet to express ideas freely and thoughtfully. In contrast, If I Can Stop One Heart From Breaking is a short lyrical poem with rhythm and occasional rhyme. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. നമുക്കറിയാം സോ മച്ച് ഹാപ്പിനെസ് എങ്ങനെയാണ്, ഫ്രീ വേഴ്സിലാണ്, റൈമോ റൈമിങ് സ്കീമോ റിതമോ ഇല്ല. പക്ഷേ ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബേക്കിംഗ് എന്ന് പറയുന്ന എമിലി ഡിക്കിൻസിൻ്റെ പോയത്തിന് റൈമുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി ഷോർട്ട്, ചെറുതാണെങ്കിലും ഒക്കേഷണലി റൈമും റിതമും ഉണ്ട്. ഓക്കെ, മറ്റേതിലാണെങ്കിൽ എന്തുണ്ട്, സിംബോളിസം ആൻഡ് ഇമേജറി ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണുള്ളത്, റിതം ആൻഡ് റൈമാണ് ഉള്ളത് എന്ന് നമുക്ക് എഴുതാം. Emily Dickinson uses symbols such as the heart and the robin to convey compassion and kindness. Despite the differences, both the poet uses language to communicate deep ideas effectively. നമ്മുടെ എമിലി ഡിക്കിൻസിൻ്റെ പോയത്തിലും സിമ്പിൾസ് ഉണ്ടല്ലേ. നയോമി ഷിഹാബ് മാത്രമല്ല, ഡിക്കിൻസണും സിമ്പിൾസ് യൂസ് ചെയ്തിട്ട്. സം ഓഫ് ദ സിമ്പിൾസ് ആർ ഹാർട്ട് ആൻഡ് റോബിൻ. വാട്ട് ഈസ് എ റോബിൻ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബേർഡ്, ഒരു തരം പക്ഷിയാണ്. ഞാനിവിടെ എന്ത് ചെയ്യാം, ഫോട്ടോ ആഡ് ചെയ്യാം. അതുപോലത്തെ സിമ്പിൾസ്, ആ പക്ഷിയൊക്കെ സിമ്പിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് സംതിങ് എൽസ് അല്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ, സിംബോളിസം 2 പോയത്തിലും ഉണ്ട് എന്ന് നമുക്ക് ചുരുക്കിയിട്ട് എഴുതാം. നിങ്ങൾക്കപ്പം വായിക്കുമ്പോൾ തന്നെ ചില വേർഡ്സൊക്കെ കാണുമ്പോൾ ഇതൊരു സിമ്പിളാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്ക സമയത്ത് നമ്മൾ 2 പ്രാവശ്യം പോയം വായിച്ചാൽ അതിനെന്തൊക്കെയുണ്ട്, ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, സിമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അത് കണ്ടുപിടിച്ച് നിങ്ങൾക്കത് റെഫർ ചെയ്ത് എഴുതാം. വി ആർ മൂവിങ് ഓൺ ടു ദ ഫൈനൽ പാരഗ്രാഫ് വിച്ച് ഈസ് കൺക്ലൂഷൻ. അപ്പോൾ നമുക്ക് ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് തന്നെ കൺക്ലൂഷൻ തുടങ്ങാം. In conclusion, both poems reminds us that a meaningful life is built on kindness, compassion and gratitude. While So Much Happiness teaches us to appreciate simple joys of everyday life, If I Can Stop One Heart From Breaking emphasizes the importance of easing the sufferings of others. ഇപ്പോൾ 2 പോയത്തിൻ്റെയും കൺക്ലൂഷൻ നമുക്ക് എഴുതാം.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ വാല്യൂസ് കൈൻഡ്നസ്, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ചെറിയ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് സോ മച്ച് ഹാപ്പിനെസ് പഠിപ്പിക്കുന്നത് എങ്കിൽ മറ്റുള്ളവരുടെ പെയിൻ എങ്ങനെ കുറയ്ക്കാം, അവരുടെ സഫറിങ്സിൽ നിന്നും അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ പോയത്തിൻ്റെ ടൈറ്റിൽസ് എഴുതണം. പോയറ്റ് ആരാണ്, ആ പോയം എഴുതിയത് ആരാണ് എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതണം. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ആസ് ഫൈനൽ ലൈൻസ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് എങ്ങനെ എഴുതാം? ഡെസ്പൈറ്റ് ദെയർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ബോത്ത് പോയം ഇൻസ്പയർ റീഡേഴ്സ് ടു സ്പ്രെഡ് ഹാപ്പിനെസ് ആൻഡ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ത്രൂ സ്മോൾ ആക്ട്സ് ഓഫ് ലവ് ആൻഡ് ഹ്യൂമാനിറ്റി. നിങ്ങളിത് ഈ പോയത്തിൻ്റെ കാര്യം നിങ്ങളിപ്പോൾ അവിടെ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. സോ നിങ്ങൾക്കിത് പഠിച്ചു വെക്കാം. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു പോയമായിരിക്കും തരുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചില വരികളൊക്കെ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഡെസ്പൈറ്റ് ദ ഡിഫറൻസസ്, രണ്ട് പോയത്തിനും തമ്മിലുള്ള ഡിഫറൻസിലും അവരുടെ അപ്രോച്ച് എന്താണ്, സെയിം ആണ്. രണ്ടും കൊടുക്കുന്ന മെസ്സേജസ് എന്താണ്, സ്മോൾ ആക്ട് ഓഫ് ലവും ഹ്യൂമാനിറ്റിയും എങ്ങനെ കൊടുക്കാം, സ്പ്രെഡ് ചെയ്യാം, എങ്ങനെ വേൾഡിനെ ഒരു ബെറ്റർ പ്ലേസ് ആക്കാം എന്നൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് പോയംസ് കമ്പയർ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതോടുകൂടി നമ്മുടെ ലെസൺ നമ്പർ 2 സോ മച്ച് ഹാപ്പിനെസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ്. നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആൻസേഴ്സ് വീഡിയോ പോസ് ചെയ്ത് എഴുതി വെക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആൻസേഴ്സ് ആഡ് ചെയ്യാം, ഇലോബറേറ്റ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടനും ചെയ്യാം. ഞാനൊരു മോഡറേറ്റ് ലെവലിലാണ് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫീൽ ഫ്രീ ടു ആസ്ക് എനി ഡൗട്ട് ആൻഡ് ആസ് ഐ ഓൾറെഡി സെറ്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ അറിയിക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.